നമ്മൾ ഒരുപാട് കേരളത്തിൽ സംഭവിച്ച ക്രൈം കേസുകളെ കുറിച്ചൊക്കെ അറിഞ്ഞതാണ്. പുതുതായി സംഭവിച്ച നിരവധി കേസുകളിൽ തന്നെ കേരള പോലീസ് വളരെ കൃത്യമായി പ്രവർത്തിച്ചാണ് കേസുകൾ പരിഹരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു കേസ് ശരിക്കും ഒരു പോലീസ് വകുപ്പോ അല്ലെങ്കിൽ ഡിറ്റക്ടീവ്സോ ഒരു കൊലപാതക കേസിൽ എങ്ങനെ പ്രവർത്തിക്കരുത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയായിരിക്കും ഈ ഒരു കേസ്. അതെങ്ങനെയാണ് സംഭവിക്കുക? കേരള പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ നന്നായി പ്രവർത്തിക്കുന്നവരാണല്ലോ. അപ്പോൾ എന്ത് പിഴവാണ് അവർക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു കേസിൽ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയ്ക്കെല്ലാം അപ്പുറം നിങ്ങളൊരു ക്രിമിനോളജി വിദ്യാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ ഒക്കെ ഇഷ്ടമാണെങ്കിലോ ഈ ഒരു വീഡിയോ അവസാനം വരെയും കാണുക. നിങ്ങൾക്ക് ഈ കേസിൽ നിന്നും ഒരുപാട് ഫോറൻസിക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഈ സംഭവം ആരംഭിക്കുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന സ്ഥലത്ത് ഒരു പുഴയുണ്ട്, ഭാരതപ്പുഴ. സാധാരണ ഇങ്ങനെയുള്ള നദികൾക്ക് മുകളിലായി ഒരു പാലം ഉണ്ടാകും. അതുപോലെ ഇവിടെയും ഒരു പാലമുണ്ട്. കാട്ടാരിപ്പാലം എന്നാണ് അതിനെ പറയുന്നത്. പാലത്തിനടിയിലായി ഈ നദി ഒഴുകുന്നുണ്ട്. സാധാരണ രാത്രി കാലങ്ങളിൽ ആളുകൾ ആ പാലത്തിന് മുകളിൽ വന്നിരിക്കുകയും പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും ചന്ദ്രന്റെ മനോഹാരിത കാണാനൊക്കെ അവിടെ വരാറുണ്ട്. അങ്ങനെ 2012 ജൂൺ മാസം 16-ാം തീയതി ഒരു വ്യക്തി ആ പാലത്തിൽ നിന്ന് പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പാലത്തിനരികിലുള്ള ചെറിയൊരു കുറ്റിക്കാട്ടിൽ എന്തോ അസാധാരണമായ ഒന്ന് കാണപ്പെട്ടു. ഒരു മൃഗം ചത്തുകിടക്കുന്നു എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ അടുത്തേക്ക് പോകാൻ ഒരല്പം ഭയം. അതുകൊണ്ട് പാലത്തിനടുത്ത് തന്നെ ചായക്കട നടത്തുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് രണ്ടുപേരും ചേർന്ന് ആ പാലത്തിന് താഴെ ചെന്ന് ആ പുല്ലിനടുത്തേക്ക് നടന്നു. അവർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ വളരെ ശക്തമായ ദുർഗന്ധവും അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ആദ്യം അവർ രണ്ടുപേരും കരുതിയത് ഒരു മൃഗം ചത്തുകിടക്കുന്നുവെന്നാണ്. എന്നാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതൊരു മനുഷ്യന്റെ ശവമാണെന്ന് മനസ്സിലായി. ആ ഡെഡ് ബോഡി ഏകദേശം അഴുകിയ ഒരു അവസ്ഥയിലായിരുന്നു. അതൊരു സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ അത് നശിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ രണ്ടുപേരും ഭയം നോടുന്നു. പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ്, ഫോറൻസിക് സംഘം എല്ലാവരും അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തി. ആദ്യം പോലീസ് ശ്രദ്ധിച്ച ഒരു കാര്യം, മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. അതായത് മുഖം മാത്രമല്ല, ശരീരം പൂർണ്ണമായും ജീർണിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ അരയ്ക്ക് മുകളിലുള്ള ശരീരഭാഗം നോക്കുമ്പോൾ അതൊരു ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു ഘട്ടത്തിലാണ്. അത്ര ഭയാനകമായ അവസ്ഥയിലാണ് ആ ശരീരമുള്ളത്. എന്നാൽ കൊല്ലപ്പെട്ടത് ആണാണെങ്കിലും ഇനി പെണ്ണാണെങ്കിലും അവർ പാന്റും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ആ ഒരു ഷർട്ടിന് മാത്രം യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പിന്നീട് പോലീസ് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഈ മരിച്ചയാളുടെ മുടി അത് വളരെ നീളമുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു പെൺകുട്ടി ആയിരിക്കാം എന്ന് പോലീസ് അനുമാനിക്കുന്നു. പക്ഷേ ഫോറൻസിക് സംഘം പരിശോധിച്ചാൽ മാത്രമേ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മരിച്ചയാളുടെ പാന്റ് പോക്കറ്റ് പോലീസ് പരിശോധിച്ചപ്പോൾ 2 പ്രധാനപ്പെട്ട തെളിവ് പോലീസ് കണ്ടെടുത്തു. ഒരു റെയിൽവേ ടിക്കറ്റ് ലഭിച്ചു. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പേപ്പർ, അതിൽ 3 ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. പോലീസ് ഇവ രണ്ടും വളരെ ശ്രദ്ധാപൂർവ്വം ശേഖരിച്ചു. അതല്ലാതെ ആ മൃതദേഹത്തിനടുത്ത് ഈ വ്യക്തിയുടെ മറ്റേതൊരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫോറൻസിക് സംഘം ഈ ഒരു മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. പാത്തോളജിസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടന്ന് അവസാനിച്ചതിനു ശേഷം ഈ പാത്തോളജിസ്റ്റ് പോലീസിനോടൊരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ട് കേരള പോലീസ് മുഴുവനും നടുങ്ങിപ്പോയി. പാത്തോളജിസ്റ്റ് പറഞ്ഞത്, ഞാൻ ഒരുപാട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു സംഭവം മുൻപെവിടെയും കണ്ടിട്ടില്ല എന്ന്. പോലീസും വളരെ ആവേശത്തോടു കൂടി അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ആദ്യം ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം, മരിച്ചത് ഒരു പുരുഷനാണ്. തലമുടി നീളമാണ്, പക്ഷെ അതൊരു പുരുഷനാണ്. അതിനുശേഷം ഈ ഒരു പുരുഷന്റെ സ്വകാര്യ ഭാഗം പൂർണ്ണമായും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ പോലീസിന് വലിയ ഞെട്ടലായിപ്പോയി. സാധാരണയായി ഏതെങ്കിലും ഒരു തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ശരീരഭാഗങ്ങൾ, കയ്യോ കാലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ഓർമ്മ ചിഹ്നം എന്ന വണ്ണം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. പക്ഷേ ഒരു സ്വകാര്യ ഭാഗം, അതും ഒരു പുരുഷന്റെ സ്വകാര്യ ഭാഗം എന്തിനു വേണ്ടി മുറിച്ചു മാറ്റണം? ഇത് പോലീസിനെ കൊണ്ട് ഊഹിച്ചെടുക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ഇതൊരു സിഗ്നേച്ചർ കില്ലിംഗ് ആണോ? ഒരു സീരിയൽ കില്ലർ തുടർന്ന് കൊലപാതകം ചെയ്താൽ അവന് ഒരു സവിശേഷ പാറ്റേൺ ഉണ്ടായിരിക്കും. ഇരയോട് അവന്റെ പെരുമാറ്റം വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു പക്ഷെ അങ്ങനെ ഒരു സീരിയൽ കില്ലർ ആയിരിക്കുമോ ഇതെന്നൊരു സംശയം പോലീസിന് വരാൻ തുടങ്ങി. കൂടാതെ പാത്തോളജിസ്റ്റ് പറഞ്ഞത്, ഈ ഒരു വ്യക്തിയെ കത്തി കൊണ്ട് കഴുത്തിൽ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം ശരീരത്തിൽ പല ഭാഗത്തും കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട്. തലയിൽ ശക്തമായ ഒരു വസ്തു വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു ബിയർ ബോട്ടിൽ പോലെ, അതുപോലെ മറ്റെന്തെങ്കിലും വെച്ച് അടിച്ചതിന്റെ ഒരു തെളിവാണ് ലഭിച്ചതെന്നും പറഞ്ഞു. പിന്നീട് ഈ അഴുകിയ ശരീരം കണ്ടെത്തിയപ്പോൾ ശരീരത്തിൽ ധാരാളം പുഴുക്കൾ ഉണ്ടായിരുന്നു. പുഴുക്കളും പ്രാണികളും കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ഈ ഒരു വ്യക്തി മരിച്ചിട്ട് 3-4 ദിവസമായിട്ടുണ്ടാകാം.
ഏകദേശം ജൂൺ മാസം 13-ാം തീയതി ഇയാൾ കൊല്ലപ്പെട്ടിരിക്കാം, പക്ഷെ ഞങ്ങളെ കൊണ്ട് സമയം കൃത്യമായി പറയാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞു. ഏതൊരു കൊലപാതക കേസിലും കൊല്ലപ്പെട്ട വ്യക്തിയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആരാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ച് പോലീസിന് 2 പ്രധാനപ്പെട്ട തെളിവുണ്ട്. ഈ മരിച്ച പുരുഷന്റെ പാന്റ് പോക്കറ്റിൽ നിന്നും കണ്ടെത്തിയ റെയിൽവേ ടിക്കറ്റും ഒരു കഷ്ണം പേപ്പറും, അതിലെ 3 ഫോൺ നമ്പേഴ്സും. ആദ്യം റെയിൽവേ ടിക്കറ്റ് നോക്കുന്നു. അതിൽ ഒഡീസ സംസ്ഥാനത്ത് നിന്നും കേരളത്തിലെ ഒരു പട്ടണത്തിലേക്ക് വന്നതാണ്. ഉലവക്കോടിലേക്കാണ് ട്രാവൽ ചെയ്ത് വന്നത്. ആ ടിക്കറ്റ് എടുത്ത വ്യക്തിയുടെ പേരും അതിലുണ്ടായിരുന്നു. അയാളുടെ പേര് വിക്രം നായക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മരിച്ച വ്യക്തി വിക്രം നായക് ആയിരിക്കാം എന്ന് പോലീസ് ഊഹിച്ചു. അടുത്ത പോലീസ് ആ റെയിൽവേ ടിക്കറ്റും എടുത്തുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെയുള്ള ഓഫീസറോട് ഈ ടിക്കറ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ടിക്കറ്റ് ഒഡീസയിൽ നിന്നും കേരളത്തിലേക്ക് ഉലവക്കോടിലേക്ക് എന്ന സ്റ്റേഷനിലേക്കാണ് പോയത്. ഈ ടിക്കറ്റ് പ്രകാരം ജൂൺ മാസം 13-ന് വിക്രം എന്ന പേരുള്ള ഒരാൾ ഈ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമേ ഞങ്ങളെ കൊണ്ട് പറയാൻ കഴിയൂ എന്നും പറഞ്ഞു. അടുത്ത പോലീസ് ചെയ്തത് ആ റെയിൽവേ സ്റ്റേഷനിലുള്ള CCTV ക്യാമറകളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഈ ട്രെയിൻ കൃത്യമായി വന്ന് നിന്നപ്പോൾ വിക്രം നായക് എന്നയാൾ പുറത്തിറങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. പോലീസ് ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് നോക്കിയപ്പോൾ ആ CCTV ദൃശ്യങ്ങളിൽ ഒരാൾ നടന്നു വരുന്നത് കാണാം. അവന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഒരു ജീൻസും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. അയാളുടെ മുടിക്കും നീളമുണ്ട്. വളരെ ചെറുപ്പം തന്നെയാണ്, 24 വയസ്സുണ്ടാകും. അവൻ ധരിച്ചിരുന്ന ആ വസ്ത്രം, കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ആ കൊല്ലപ്പെട്ട ഇരയുടെ വസ്ത്രവും ആ മുടിയുടെ നീളം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവൻ തന്നെയായിരിക്കും വിക്രം നായക് എന്നവർ ഉറപ്പിച്ചു. അങ്ങനെ അയാൾ പോകുന്നതിന്റെ എല്ലാ ദൃശ്യങ്ങളും പോലീസ് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ പോയി. എന്നാൽ നിർഭാഗ്യവശാൽ ആ സ്റ്റേഷനുള്ളിൽ അധികം ക്യാമറ ഇല്ലാത്തതിനാൽ വിക്രം എന്ന വ്യക്തിയുടെ മുഖം കാണാൻ സാധിച്ചില്ല. ശരി, അയാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ധാരാളം കടകൾ ഉണ്ടാകും. അവിടെ ഏതെങ്കിലും CCTV ക്യാമറകൾ ഉണ്ടാകുമല്ലോ. അതിലെന്തായാലും ഇയാളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഒരു 2-3 കട പരിശോധിക്കുമ്പോൾ അവസാനം ഒരു കടയിലുള്ള CCTV ക്യാമറയിൽ അയാൾ പതിഞ്ഞു. മുഖം വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചു. പോലീസും അതൊരു ഫോട്ടോ എടുത്തു. പിന്നീട് അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ചു. അവിടെ ഒരു പബ്ലിക് STD ബൂത്ത് ഉണ്ടായിരുന്നു. അയാൾ ആ ബൂത്തിനുള്ളിലേക്ക് പോയി ഒരു ഫോൺ വിളിച്ചു. ഫോൺ ചെയ്ത ശേഷം പുറത്തേക്ക് വരുന്നു. പിന്നീട് അയാൾ വീണ്ടും നടന്നു പോകുന്നു. പിന്നീട് CCTV ക്യാമറകളൊന്നും അധികം പ്രദേശത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് അയാൾ എവിടെ പോയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ പോലീസിന് ലഭിച്ച വിവരം ഇയാൾ STD ബൂത്തിൽ നിന്നും ഒരു കോൾ ചെയ്തിട്ടുണ്ട്. അടുത്തവർ ചെയ്തത് ആ STD ബൂത്തിൽ ഈ സ്പെസിഫിക് ഡേറ്റിൽ 13-ാം തീയതി ഇയാൾ ആരെയോ ഫോൺ വിളിച്ചിട്ടുണ്ട്. അതറിയണം, ആരാണെന്ന് അറിയണം. അപ്പോൾ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളും അറിയാൻ സാധിക്കും. 13-ാം തീയതി ഒരുപാട് പേര് അവിടെ കോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാൾ വിളിച്ച ആ ഒരു സമയമായി മാച്ച് ആകുന്ന രീതിയിൽ പോലീസ് പരിശോധിക്കുമ്പോൾ ഒഡീസയിലുള്ള ബെല്ലു നായിക് എന്ന വ്യക്തിയെ അയാൾ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും സുഹൃത്തുക്കളാണോ ബന്ധുക്കളാണോ എന്നൊന്നും അറിയില്ല. അവസാനം ഈ ബെല്ലു നായിക് എന്ന വ്യക്തിക്ക് പോലീസ് ഫോൺ ചെയ്യുകയാണ്. അയാൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വിക്രം നായക് എന്റെ സുഹൃത്താണ്. അവൻ ഇപ്പോൾ കേരളത്തിൽ ഒരു ജോലി ആവശ്യത്തിനായി പോയി എന്നാണ് പറഞ്ഞത്. അവൻ ഒഡീസയിലുള്ള ആളാണ്, പക്ഷെ കേരളത്തിൽ സാലിമർ ഗ്രാനൈറ്റ് എന്ന ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി ഷൊർണൂറിലാണുള്ളത്. അവിടെ അവൻ ദിവസങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ ആ ജോലി ആവശ്യത്തിനായി അവൻ അവിടെ പോയിട്ടുണ്ടാകാം എന്നാണ് അയാൾ പറഞ്ഞത്. ഇപ്പോൾ ഈ വിക്രം നായക് എന്നയാൾ എവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. ഉടനെ തന്നെ ഷാലിമർ ഗ്രാനൈറ്റിൽ വന്ന് ചോദിക്കുന്നു. ആ ഉടമസ്ഥൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വിക്രം നായക് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് ദിവസത്തിന് മുൻപ് തന്നെ അയാൾ ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയല്ലോ. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ശരി, 13-ാം തീയതി ഇവിടെ വന്നല്ലോ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്കറിയില്ല, പക്ഷേ അവനിവിടെ 2 സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞു. പോലീസ് നേരെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. ഒരാളുടെ പേര് കൊമിഷൻ, മറ്റൊരാളുടെ പേര് കുപ്പുലാൽ. പേര് തന്നെ വളരെ വ്യത്യസ്തമാണല്ലേ. ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കറിയാം, ഇവർ എന്റെ സുഹൃത്ത് തന്നെയാണ് വിക്രം നായക്, ഞങ്ങളുടെ കൂടെ തന്നെയാണ് ജോലി ചെയ്തത്. പക്ഷെ ഇപ്പോ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞു. ഇപ്പൊ പോലീസിന്റെ ആദ്യത്തെ ടാസ്ക് മരിച്ചത് വിക്രം നായക് ആണെന്ന് സ്ഥിരീകരിക്കണം. അതുകൊണ്ട് ഈ സുഹൃത്തുക്കൾ 2 പേരെയും ഗവൺമെന്റ് ആശുപത്രിയിലുള്ള മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ അഴുകിയ ഡെഡ് ബോഡി കാണിച്ചു. 2 പേർക്കും വല്ലാത്ത ഞെട്ടലായി. അവരെ കൊണ്ട് തിരിച്ചറിയാനേ സാധിക്കുന്നില്ല. സർ, ശരിക്കും ഇത് വിക്രം നായക് ആണോ ഇല്ലയോ നിങ്ങൾക്ക് പറയാനേ കഴിയുന്നില്ല സർ. അവൻ അവസാനമായി ധരിച്ചിരുന്ന വസ്ത്രം പോലും ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഴപ്പം നിറഞ്ഞൊരു കാര്യം, ഇയാളിപ്പോ ഈ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും എന്തിന് കേരളത്തിലേക്ക് വന്നു? അതാണ് മനസ്സിലാക്കാത്തത്. കേരളത്തിലേക്ക് വന്നവൻ ഒഡീസയിലുള്ള തന്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ കേരളത്തിലെത്തിയെന്ന്. അടുത്ത പോലീസ് ചെയ്തത്, ഇയാൾ എന്തിന് കേരളത്തിലേക്ക് വന്നു, എന്തിനു വേണ്ടി ഈ നദിക്കടുത്തുള്ള പാലത്തിലേക്ക് വന്നു, അവിടെ എങ്ങനെ മരിച്ചു കിടന്നു. അതുകൊണ്ട് CCTV ക്യാമറയിൽ നിന്നും എടുത്ത് ആ ചിത്രം എടുത്ത്
മൃതദേഹം കണ്ടെത്തിയ പാലത്തിനടുത്തുള്ള ഓട്ടോ ഡ്രൈവർ, ചായക്കട ഉടമകൾ, അവിടെയുള്ള പൊതുജനങ്ങൾ, പോകുന്നവർ, വരുന്നവർ, മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും ഈ ചിത്രം കാണിച്ചു കൊടുത്തു. അങ്ങനെ നീണ്ട അന്വേഷണത്തിന് ശേഷം ഒരു മത്സ്യത്തൊഴിലാളി ഒരു കാര്യം പറഞ്ഞു. സാർ, നിങ്ങൾ പറയുന്ന ഈ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തിന് മുൻപ്, 4 ദിവസമായിട്ടുണ്ടാകും, എനിക്ക് തോന്നുന്നു ഒരു 13-ാം തീയതി എന്നാണ്. എവിടെയാണ് കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ പാലത്തിലൂടെ അയാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇയാൾ തന്നെയാണെന്ന് തറപ്പിച്ച് പറയാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മത്സ്യത്തൊഴിലാളി പറഞ്ഞത്, സാർ, രാത്രി ഒരു 9-9:30 ആയിട്ടുണ്ടാകും. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് 3-4 പേർ ചിരിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് വല്ലാത്തൊരു ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. ആരാണ് ഈ പാലത്തിൽ ഇങ്ങനെ രാത്രി വന്നത് എന്നറിയാനാണ് ഞാൻ ടോർച്ച് ലൈറ്റ് അടിച്ചു നോക്കി. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചല്ലോ, ആ വ്യക്തിയുടെ മുഖം ഞാൻ കണ്ടു. അയാൾക്ക് നല്ല നീളത്തിൽ മുടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുഖം എൻ്റെ മനസ്സിൽ നന്നായി പതിഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കാതെ പോയി. പക്ഷെ അയാളുടെ കൂടെ 2 പേർ കൂടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഈ 2 പേർ ആരാണെന്ന് നിങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല സാർ, രാത്രിയല്ലേ, ടോർച്ച് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ എനിക്ക് ആ ഒരു വ്യക്തിയെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. മറ്റ് 2 പേർ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വിവരമനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രസ്തുത രാത്രിയിൽ പാലത്തിനടുത്ത് വിക്രം നായക് വന്നിട്ടുണ്ട്. അയാളുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ 2 പേരായിരിക്കാം വിക്രം നായകിനെ കൊലപ്പെടുത്തിയത്. ഇനി അറിയേണ്ടത് കൂടെ ഉണ്ടായിരുന്ന 2 വ്യക്തികൾ ആരെല്ലാം. ആ 2 വ്യക്തികളാണോ ഇയാളെ കൊന്നത്? എന്തിനു വേണ്ടി കൊന്നു? അവന്റെ സ്വകാര്യ ഭാഗം മുറിച്ചു മാറ്റിയത് എന്തിന്? ഇങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയും കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് ഈ ഒരു കേസ് തീർച്ചയായും നമ്മെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. വിക്രം നായകിനെ ആര് കൊന്നുവെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ സമയത്തിന്റെ 2 സെക്കൻഡ് എനിക്ക് വേണ്ടി ചിലവഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരുപക്ഷെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എത്ര തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും ചിലരൊന്നും ലൈക്കും ചെയ്യുന്നില്ല, കമന്റും ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും, ഈ ഒരു വീഡിയോ അവസാനം വരെയും നിങ്ങളെ സീറ്റ് എഡ്ജിൽ അങ്ങനെ പിടിച്ചിരുത്തുക തന്നെ ചെയ്യും. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം വിക്രം നായക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം തന്റെ ഒരു സുഹൃത്തിന്, ഒഡീസിലുള്ള സുഹൃത്തിന് ഫോൺ വിളിച്ചായിരുന്നു. അത് പോലീസ് കണ്ടെത്തി. എന്നാൽ വീണ്ടും ചില ഫോൺ കോൾ ലിസ്റ്റൊക്കെ പോലീസ് പരിശോധിച്ചപ്പോൾ ഈ വിക്രം നായക് കേരളത്തിലുള്ള ഒരു വ്യക്തിക്ക് ഫോൺ വിളിച്ചുവെന്നും കണ്ടെത്തി. ആ നമ്പർ ആരുടേതാണെന്ന് നോക്കുമ്പോൾ ഈ ഖുമേഷൻ എന്ന ഈ വിക്രം നായകിന്റെ സുഹൃത്തിനെയാണ് വിളിച്ചത്. അതായത് വിക്രം നായക് കേരളത്തിലേക്ക് വന്നിറങ്ങിയ ഉടനെ ഞാൻ കേരളത്തിലെത്തിയെന്നറിയിക്കാൻ ഒഡീസിലുള്ള ഫ്രണ്ട്സിന് വിളിച്ചായിരുന്നു. ഞാൻ കേരളത്തിലെത്തി എന്നത് അറിയിക്കാനായി കേരളത്തിലുള്ളൊരു സുഹൃത്തിനെയും വിളിച്ചിരുന്നു. ഇവർ 2 പേരും ഈ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ ഒരുമിച്ചാണല്ലോ ജോലി ചെയ്തത്. പക്ഷെ ഇതിനകം തന്നെ ഖുമേഷൻ എന്നയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് വിക്രം നായക് കേരളത്തിലേക്ക് വന്നതിന് ശേഷം എന്നെ ഫോൺ വിളിച്ചു എന്ന കാര്യം പറഞ്ഞിട്ടേയില്ല. അപ്പോൾ പിന്നെ അവൻ എന്തോ മറയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയ പോലീസ് ഈ ഖുമേഷൻ നായക് എന്ന വ്യക്തിക്ക് ഒരു പോലീസ് അയച്ചു. നോക്കുക, ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വരണം, നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നു, ചോദ്യം ചെയ്തു. അവസാനം നിന്നോട് ചോദിച്ചപ്പോൾ നിന്റെ സുഹൃത്ത് നിന്നെ ഫോൺ വിളിച്ചില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നാൽ വിക്രം നായക് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയപ്പോൾ നിന്നെയാണ് വിളിച്ചത്. ഇപ്പോൾ സത്യം പറ, നിന്നെ ഫോൺ വിളിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ശരി, ഞാൻ സമ്മതിക്കുന്നു, ഞാനും എൻ്റെ സുഹൃത്തും ചേർന്നാണ് അവനെ സ്റ്റേഷനിൽ ചെന്ന് പിക്ക് ചെയ്തത്. പിന്നീട് ഞങ്ങൾ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു, എന്നിട്ട് അവൻ തിരിച്ചു പോയി എന്നും പറഞ്ഞു. ശരി, നിന്നോടൊപ്പമുള്ള ആ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചു. അയാളുടെ പേര് ലക്ഷ്മൺ സുന എന്നാണ്. അവനിപ്പോൾ എവിടെയാണ്? അവൻ ലീവിലാണ്, ഒഡീസയിലേക്ക് പോയി എന്നും പറഞ്ഞു. നിങ്ങൾ 2 പേരും എന്തിനു വേണ്ടിയാണ് അവനെ പിക്കാൻ പോയത്? നിങ്ങളിപ്പോൾ ഒരുമിച്ചല്ലല്ലോ ജോലി ചെയ്യുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ അവനെ പിക്കാൻ പോയെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവധിയായിരുന്നു, ബോറടിച്ചു, പഴയ സുഹൃത്തായതുകൊണ്ട് തന്നെ അവനെ പിക്ക് ചെയ്യാൻ പോയി. അതിനുശേഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവനെയും കൊണ്ടുവന്ന് കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ അങ്ങനെ കറങ്ങി. പിന്നീട് ഒരു നദിക്കരയ്ക്ക് ചെന്ന് ഇരിക്കുകയും അവിടെ ഇരുന്ന ഒരു പുൽത്തകിടിലിരുന്ന് മദ്യപിച്ചു. 10 മണി വരെയും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ 2 പേരും തിരിച്ചുപോയി. വിക്രം നായകിന് വീണ്ടും ഒരല്പസമയം കൂടെ അവിടെ ഇരിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് അവൻ മാത്രം അവിടെ ഇരുന്നു, ഞങ്ങൾ പോയി എന്നും പറഞ്ഞു. ഇപ്പൊ പോലീസിന് മനസ്സിലായി, ഇതിനകം തന്നെ ഫിഷർമാൻ പറഞ്ഞല്ലോ ഈ വിക്രം നായകിന്റെ കൂടെ ഒരു 2 പേരുണ്ടായിരുന്നു എന്ന്. അതിനാൽ ഇപ്പോൾ 2 പേരാണെന്ന് മനസ്സിലായ ഖുമേഷനും
ലക്ഷ്മൺ സുന എന്ന ഈ വ്യക്തി. ഇവർ രണ്ടുപേരുമാണ് അവസാനമായി അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. 10 മണി വരെ ഉണ്ടായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് 13-ാം തീയതി ഒരു പക്ഷേ ഏകദേശം 9:45 കൊലപാതകം നടന്നിരിക്കാം എന്നാണ് പറയുന്നത്. ഇതൊരു ഏകദേശ കണക്കാണ്, ഉറപ്പിച്ചങ്ങനെ പറയുന്നില്ല. കാരണം ശരീരം അഴകിയിട്ടുണ്ട്, ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. ഇവർ ഈ ഫ്രണ്ട്സ് പറയുന്ന ഈ ഒരു സ്ഥിതിവിവര കണക്കനുസരിച്ച് നോക്കിയാൽ 9:45 കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവർ 10 മണി വരെയും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നായിരിക്കണം വിക്രം നായകിനെ കൊന്നത് എന്ന് പോലീസ് സംശയിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒഡീസയിലേക്ക് പോയ രണ്ടാമത്തെ സുഹൃത്തിനെ കണ്ടെത്തണം. അങ്ങനെ കേരള പോലീസിന്റെ ഒരു സംഘം ഒഡീസയിലേക്ക് ചെന്ന് അവന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. ആ വില്ലേജിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും അതൊരു കള്ളന്മാരുടെ സംഘം താമസിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. കേരള പോലീസ് അവിടെ ചെന്ന് ലോക്കൽ പോലീസിനോട് സഹായം ചോദിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒരു ആളെ പിടിക്കാൻ വന്നിരിക്കുകയാണെന്നും പറഞ്ഞു. സത്യത്തിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കണ്ണൂർ സ്ക്വാഡൊക്കെ ഉദാഹരണമായി എടുക്കാം. ഇങ്ങനെ വടക്കേ ഇന്ത്യയിലേക്ക് ചെന്ന് അത്തരം ഒരു ഗ്രാമത്തിൽ ഒരാളെ പിടികൂടുക, തിരികെ കൊണ്ടുവരിക, ഇതൊക്കെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ലോക്കൽ പോലീസ് പറഞ്ഞത്, സാർ അതൊരു അപകടകരമായ ഗ്രാമമാണ്, അകത്തേക്ക് കയറിയാൽ ജീവനോടുകൂടി പുറത്തേക്ക് വരാൻ കഴിയില്ല, നിങ്ങൾ തിരികെ പോകുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. എന്നാൽ കേരള പോലീസ് എങ്ങനെയും അവനെ പിടികൂടണം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടൊരു തന്ത്രം ഉപയോഗിച്ചു. ആ ഒരു ഗ്രാമത്തിലുള്ള ഒരാളെ കൊണ്ടുവന്ന്, നിനക്ക് ധാരാളം പണം തരാം, ഈ ലക്ഷ്മൺ സുന എവിടെയാണുള്ളത്, അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അവനും പണത്തിനാഗ്രഹിച്ച് ലക്ഷ്മൺ സുനയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. പോലീസ് ഉടൻ തന്നെ അവനെ അറസ്റ്റും ചെയ്യുന്നു. ആ സ്ഥലം വിട്ട് തന്നെ പോകുന്നു. ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് ആ സ്ഥലം കാലിയാക്കി. ഇപ്പോൾ ലക്ഷ്മൺ സുനയെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദിച്ചു, നോക്ക്, നിങ്ങളാണ് അവസാനമായി വിക്രം നായകിന്റെ കൂടെ ഉണ്ടായിരുന്നത്, സത്യം പറയുക, നിങ്ങൾ അവനെ എന്താണ് ചെയ്തത്? ഒരുപാട് ദൃക്സാക്ഷികളും ഉണ്ടെന്ന് ഇങ്ങനെ പോലീസ് അവർക്കൊരു സമ്മർദ്ദം ചെലുത്തി ചോദിച്ചപ്പോൾ സത്യത്തിൽ വിക്രം നായകിന് എന്ത് സംഭവിച്ചുവെന്ന് അവർ ഓരോന്നായി പറയാൻ തുടങ്ങി. വിക്രം നായക് ഞങ്ങളുടെ കൂടെയാണ് ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ അവൻ ജോലി അവസാനിപ്പിച്ച് ഒഡീസയിലേക്ക് പോയി. എന്നാൽ അവന്റെ ഒരു ദീർഘകാല സ്വപ്നം വിദേശ രാജ്യത്ത് പോയി ധാരാളം പണം സമ്പാദിക്കണമെന്നായിരുന്നു. അവനും ലോക്കലിലുള്ള ഒരുപാട് ട്രാവൽ ഏജൻസിയെ സമീപിച്ചു. ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിട്ടും വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, ഇത് വെച്ച് എങ്ങനെയെങ്കിലും ഏജന്റിനെ കണ്ടെത്തി വിദേശത്തേക്ക് പോയേ മതിയാകൂ എന്ന് ഞങ്ങളോട് പറഞ്ഞു. ആ സമയത്ത് ആ പണം അവനിൽ നിന്നും തട്ടിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ അകപ്പെടുത്താൻ ശ്രമിച്ചു. കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരു ഏജന്റ് ഉണ്ട്. 50,000 രൂപ നൽകിയാൽ ഉടൻ തന്നെ ദുബായിലേക്ക് കൊണ്ടുപോകും. നീ ഒരു കാര്യം ചെയ്, നന്നായി വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കേരളത്തിലേക്ക് നീ വാ, കേരളത്തിൽ നിന്നും നേരെ നിന്നെ ദുബായിലേക്ക് അയക്കാം എന്ന രീതിയിൽ ഇവർ രണ്ടുപേരും ഒരുപാട് ആഗ്രഹങ്ങൾ അവന് നൽകി. അവനും അത് വിശ്വസിച്ച് 50,000 രൂപ എടുത്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു. രണ്ടുപേരും വിക്രം നായകിനെ പിക്ക് ചെയ്യാൻ വരുന്നു. അയാളോട് പറയുകയാണ്, പ്രശ്നമൊന്നുമില്ല, നാളെ നമ്മൾ ആ വ്യക്തിയെ കാണുന്നു, സംസാരിക്കുന്നു, ഇവിടെ നിന്നും നേരെ ദുബായിലേക്ക് പോകുന്നു. അന്നത്തെ ദിവസം ആഘോഷിക്കാനായി മദ്യം വാങ്ങുന്നു. ഈ നദിക്കരയ്ക്ക് അടുത്തുള്ള പാലത്തിന് താഴെയുള്ള ആ ഒരു കുറ്റിക്കാട്ടിൽ അവരിരുന്ന് മദ്യപിച്ചു. വിക്രം നായകിന് അവർ ഒരുപാട് മദ്യം കൊടുത്തു. രണ്ടുപേരും ഇതിനകം കത്തിയോടുകൂടിയാണ് വന്നത്. രണ്ടുപേരും വെൽ പ്ലാൻഡ് ആയിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന കത്തിയെടുത്ത് വിക്രം നായക് ആ മദ്യപിച്ച് പകുതി ബോധത്തിലായിരിക്കുമ്പോൾ കത്തിയെടുത്ത് ശരീരത്തിൽ പല തവണ അവനെ കുത്തി. ബിയർ ബോട്ടിലെടുത്ത് അവന്റെ തലയിൽ തന്നെ അടിച്ചു. അവന് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവന്റെ പക്കലുണ്ടായിരുന്ന പണം എടുത്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവരിവിടെ നിന്നും പോകുന്നു. പോലീസ് ഇപ്പോൾ ചോദിച്ചു, ശരി, നിങ്ങൾ പണത്തിന് വേണ്ടി കൊന്നല്ലോ, അവന്റെ ആ പ്രൈവറ്റ് പാർട്ട് എന്തിന് മുറിച്ചു കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അതിനവർ പറഞ്ഞൊരു ന്യായീകരണം, ഈ ലക്ഷ്മൺ സുനയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിനെ ഈ വിക്രം നായക് എന്നയാൾ പ്രണയിക്കാൻ തുടങ്ങി. ഇതിവൻ ഇഷ്ടപ്പെട്ടില്ല. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് അവന്റെ പ്രൈവറ്റ് പാർട്ട് വെട്ടിയെടുത്തത് എന്നുള്ളൊരു ന്യായീകരണം പറയാൻ തുടങ്ങി. ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഇവർ ജോലി ചെയ്യുന്ന ഈ ഗ്രാനൈറ്റ് ഫാക്ടറിയിലേക്ക് വരുന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഇത് ചെയ്തത് എന്നൊരു കുറ്റസമ്മതം അവർ നടത്തി. ഈ ഒരു കുറ്റസമ്മതം മാത്രം മതിയോ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ നിരവധി കേസുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഉത്തരം തീർച്ചയായും അറിയാം. ഒരു കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ പോലീസും പ്രോസിക്യൂട്ടറും ചെയ്തത്, ഇവർ പറയുന്ന ഈ കുറ്റസമ്മതത്തെ ചുറ്റിപ്പറ്റി നമ്മൾ ധാരാളം തെളിവുകൾ ശേഖരിക്കണം. ഇവർ രണ്ടുപേരും കൊന്നിട്ട് അവസാനം ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു എന്ന് പറയുന്നല്ലോ. ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തി ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ കാണിച്ച് അന്നത്തെ ദിവസം 13-ാം തീയതി രാത്രി 10 മണിയോടുകൂടി
ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഓട്ടോയിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഇവർ തന്നെയാണ് വന്നത് എന്ന് ഓട്ടോ ഡ്രൈവറും കൺഫേം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ദൃക്സാക്ഷിയും ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവന്റെ പക്കൽ നിന്നും ഒരു 50,000 രൂപ എടുത്തല്ലോ. എന്നിട്ട് ഒഡീസയിൽ ഇവരുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ട്രാൻസാക്ഷൻസ് പരിശോധിക്കുമ്പോൾ അതെ, ഒരു 14-ാം തീയതി 50,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം മനസ്സിലായി. പിന്നീട് ഞാൻ ഇതിനകം പറഞ്ഞു, കൊല്ലാൻ ഒരു കത്തി പുതുതായി വാങ്ങിയിരുന്നു. അത് പോലീസിനോടും പറഞ്ഞു. കത്തി ഏത് കടയിൽ നിന്നും വാങ്ങിയെന്നും പറഞ്ഞു. പോലീസ് നേരെ ആ കടയിലേക്ക് ചെല്ലുന്നു. CCTV ദൃശ്യങ്ങളെല്ലാം നോക്കുന്നു. കത്തി വാങ്ങിയ ദൃശ്യങ്ങളും ലഭിക്കുന്നു. ഇത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി തന്നെ രജിസ്റ്ററായി. പിന്നീട് അവനോട് ചോദിച്ചു, കൊലപാതകം ചെയ്യാനായി കത്തി ഉപയോഗിച്ചല്ലോ, ആ കത്തി എവിടെയാണ് വലിച്ചെറിഞ്ഞതെന്ന് ചോദിച്ചു. അവരും കൃത്യം ഒരു കുറ്റിക്കാട് അങ്ങനെ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അവർക്ക് കത്തി കിട്ടുകയും ചെയ്തു. അതിൽ രക്തക്കറയും ഉണ്ട്. സാധാരണ ഏതൊരു കൊലപാതക കേസിലും കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി തന്നെ കാണും. അപ്പോ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കിട്ടിയെന്നുണ്ടെങ്കിൽ ആ കേസ് തന്നെ ഏകദേശം അവസാനിച്ചു എന്നാണ് അർത്ഥം. അതിൽ രക്തക്കറയുണ്ടല്ലോ. രക്തക്കറ ആരുടേതായിരിക്കും? തീർച്ചയായും മരിച്ച വിക്രം നായികിന്റെ രക്തം തന്നെ ആയിരിക്കണം. അതിനാൽ അത് പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. പിന്നീട് ഇവർ ഈ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ താമസിച്ചല്ലോ. അവരുടെ ആ മുറിയിലേക്ക് പോകുന്നു. അവിടെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ കൊമേഷൻ ബാഗ് എന്നയാൾ അവസാനമായി വിക്രം നായികിനെ കാണാൻ പോയപ്പോൾ ഒരു ഷർട്ട് ധരിച്ചിരുന്നു. ആ ഷർട്ടിൽ എവിടെ നോക്കിയാലും രക്തക്കറകളും ഉണ്ടായിരുന്നു. അപ്പോൾ വിക്രം നായകിനെ കത്തികൊണ്ട് കുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഇവന്റെ ഷർട്ടിലേക്ക് ഇങ്ങനെ തെറിച്ചിട്ടുണ്ട്. ഈ രക്തക്കറ വിക്രം നായികിന്റെ രക്തമാണോ എന്ന് തെളിയിച്ചാൽ ഈ ഒരു കേസ് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പോലീസ് ചിന്തിച്ചു. ഈ ഒരു ഷർട്ടും പോലീസ് ഒരു തെളിവായി ശേഖരിച്ചു. ഇത്രയധികം തെളിവുകൾ ശേഖരിച്ച ശേഷം വിക്രം നായക് എന്ന വ്യക്തിയെ കൊന്ന കുറ്റത്തിന് ഈ കൊമേഷൻ ബാഗ്, ഈ ലക്ഷ്മൺ സുന രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്, കത്തിയും ഷർട്ടും. അങ്ങനെ കേസിന്റെ അന്വേഷണം ആദ്യം സെഷൻ കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിലേക്ക് പോയപ്പോൾ ഇവർ പോലീസിന് നൽകിയ കുറ്റസമ്മതം കോടതിയിൽ പിൻവലിക്കുകയാണ്. പൊതുവെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ആദ്യം ഈ ചോദ്യം ചെയ്യലിനിടയിൽ കുറ്റം സമ്മതിക്കും. അതിനുശേഷം വക്കീല് പറയും, ഇല്ലില്ല, നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയണം, പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് കുറ്റസമ്മതം വാങ്ങിയത് എന്നൊക്കെയാണ് നിങ്ങൾ പറയാനെന്ന്. അവരും കോടതിയിൽ അങ്ങനെ തന്നെ പറയും, പോലീസ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കുറ്റസമ്മതം വാങ്ങിയത് എന്ന രീതിയിൽ. എന്നാൽ ഇവർക്ക് എഗെയിൻസ്റ്റായി തെളിവുകൾ ഇതിനകം തന്നെ പോലീസിന്റെ പക്കലുണ്ട്. അതൊക്കെ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ സെഷൻ കോടതിയിൽ ഇവർക്ക് ശിക്ഷയും ലഭിച്ചു. 2 പേരും ചേർന്നാണ് വിക്രം നായകിനെ കൊന്നത്. അതുകൊണ്ട് 2 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പക്ഷെ 2 പേരും അടുത്ത് ചെയ്തത് ഈ ഒരു വിധിയെ എതിർത്ത് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. അങ്ങനെ കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നു. അവിടെ ഡിഫൻസ് ടീം ചോദിച്ചു, കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം, അവന്റെ ഷർട്ട്, ഇതിലെല്ലാം രക്തക്കറ ഉണ്ടായിരുന്നല്ലോ. ഈ രക്തക്കറ ആരുടേതാണെന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ പ്രോസിക്യൂട്ടറും ഫോറൻസിക് ലാബിൽ ചെന്ന് ആ റിപ്പോർട്ട് വാങ്ങി നോക്കുന്നു. പോലീസും പ്രോസിക്യൂട്ടർ ടീമും വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം ഈ 2 രക്തക്കറയും കൊല്ലപ്പെട്ട വിക്രം നായകിൻ്റെതല്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതും കൊലപാതകത്തിനായി ഉപയോഗിച്ച ഈ ആയുധത്തിലുള്ള രക്തക്കറ ഒരു മനുഷ്യന്റെ രക്തക്കറയെ അല്ല എന്ന രീതിയിലാണ് ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഡിഫൻസ് ടീമിന് ഇത് വലിയൊരു മുന്നേറ്റമായി തന്നെ മാറി. ഇപ്പോൾ ഇവർ 2 പേരെയും രക്ഷിക്കാൻ ഡിഫൻസ് ടീം ഒരുപാട് ശ്രമിച്ചു. നോക്കൂ, കൊലപാതകത്തിനെ ഉപയോഗിച്ച ആയുധത്തിലെ രക്തക്കറ ഇരയുടെ രക്തവുമായി പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ ക്ലയന്റിന്റെ ഷർട്ടിൽ രക്തം ഉണ്ടായിരുന്നല്ലോ, അതും പൊരുത്തപ്പെടുന്നില്ല. പിന്നെ എങ്ങനെ എൻ്റെ ക്ലയന്റ് ഒരു കൊലപാതകം ചെയ്തിരിക്കും? ഈ രീതിയിൽ വാദിച്ചുകൊണ്ട് പ്രതിഭാഗം സംഘം കോടതിയിൽ അവരുടെ ഒരു കേസ് ശക്തമായി തന്നെ വാദിക്കാൻ തുടങ്ങി. പിന്നീട് പ്രതിഭാഗത്തിന് അനുകൂലമായി ഇവിടെ ഏതെല്ലാം സാക്ഷികളാണോ കൊണ്ടുവന്നത് ഓരോ ദൃക്സാക്ഷികളും പിൻവാങ്ങാൻ തുടങ്ങുന്നു. ആദ്യം ഓട്ടോ ഡ്രൈവറെ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞത്, അതെ സാർ, ഇവരെ 2 പേരെയും പോലെയാണ് തോന്നിയത്, പക്ഷെ ഇവരാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് അദ്ദേഹവും പിന്തിരിയുന്നു. പിന്നീട് ഒരു ഫിഷർമാനെ കൊണ്ടുവന്നല്ലോ. അദ്ദേഹം പറഞ്ഞത്, കൊല്ലപ്പെട്ട പയ്യനെ ഞാൻ കണ്ടു, കൂടെയുള്ളവർ ആരാണെന്ന് എനിക്കറിയില്ല, ഇവരാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന രീതിയിൽ ഈ 2 പേർക്കും അനുകൂലമായി നിരവധി കാര്യങ്ങൾ ഹൈക്കോടതിയിൽ അവിടെ സംഭവിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു നീണ്ട വാദത്തിനു ശേഷം ഹൈക്കോടതി ചെയ്തത്, വിക്രം നായകിനെ ഇവർ തന്നെയാണോ കൊന്നത് എന്നത് തെളിയിക്കാൻ ശരിയായ തെളിവുകളൊന്നും ഇല്ല. അങ്ങനെ കൊമേഷൻ ബാഗ്, ലക്ഷ്മൺ സുന 2 പേരെയും നിരപരാധി എന്ന് പറഞ്ഞ് റിലീസ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഒരു വിധി കേട്ടതിന് ശേഷം നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയല്ലോ. നമ്മളൊക്കെ എന്താണ് ചിന്തിച്ചത്? ഇവരാണ് കൊലയാളി എന്ന് നമ്മൾ തന്നെ അങ്ങ് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇവർ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതി തന്നെ വിധി പറയുന്നു. ഈ ഒരു വിധി എനിക്ക് വല്ലാതെ ഞെട്ടലുണ്ടാക്കി. അതിനാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കോടതി നൽകിയ വിധി ഒരു PDF പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ കേസുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഭാഗ്യത്തിന് അങ്ങനെ ഒരു PDF ലഭിച്ചു. ഒരു 35 പേജുള്ള PDF വായിച്ചു.
അതിൽ ഹൈക്കോടതിയിൽ എന്ത് കാരണത്താലാണ് ഇവരെ റിലീസ് ചെയ്തത് അതിന് 6 പോയിന്റ്സ് പറയുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ്, വീക്ക് ലാസ്റ്റ് സീൻ ടുഗദർ. അതായത് ഈ ഒരു ഇരയെ പാലത്തിനടുത്ത് വെച്ച് കൊന്നുവെന്ന് പറഞ്ഞല്ലോ. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കൂടെ അവസാനമായി ഈ 2 പേരും ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ യാതൊരു തെളിവുകളും ഇല്ല, യാതൊരു ദൃക്സാക്ഷികളും ഇല്ല. ഇതാണ് ഹൈക്കോടതി പറഞ്ഞ ആദ്യത്തെ കാര്യം. രണ്ടാമത് പറയുന്ന കാര്യം ടൈം ഓഫ് ഡെത്ത് ആണ്. എത്ര മണിക്ക് അയാൾ കൃത്യം മരിച്ചു? 13-ാം തീയതി എന്ന് പറയുന്നു. രാവിലെ മരിച്ചിട്ടുണ്ടാകാമോ, രാത്രി മരിച്ചിട്ടുണ്ടാകാം, എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ടൈം ഓഫ് ഡെത്ത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ആ സമയത്ത് പ്രതികൾ അയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് അവർ മറ്റെവിടെയെങ്കിലും ആയിരുന്നോ എന്നുള്ളത് കണ്ടെത്തി അവർ നിരപരാധികളാണോ കുറ്റവാളികളാണോ എന്ന് പറയാൻ സാധിക്കൂ. എന്നാൽ അയാളുടെ ശരീരം ഇതിനകം തന്നെ അഴുകിപ്പോയിരുന്നു. ധാരാളം പ്രാണികളും പുഴുക്കളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഇക്കാരണത്താൽ മരണസമയം കൃത്യമായി പറയാനും സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു തിരിച്ചടിയായി തന്നെ കണക്കാക്കി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരിക്കും കൊല്ലപ്പെടുത്തി വിക്രമാണോ എന്ന് പോലും സ്ഥിരീകരിച്ചില്ല. അത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രം വെച്ചാണ് പറഞ്ഞത് വിക്രമാണ് മരിച്ചത് എന്ന്. എന്നാൽ ഇത് മറ്റാരെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ വിക്രമാണ് കൊല്ലപ്പെട്ടതെന്ന് എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? DNA ഉപയോഗിച്ച് തെളിയിക്കണമായിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ സഹിതം കൊല്ലപ്പെട്ടയാൾ യഥാർത്ഥത്തിൽ വിക്രം തന്നെയാണ് എന്ന് നിങ്ങൾക്കിപ്പോഴും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് മൂന്നാമത്തെ കാര്യം. അടുത്ത് നാലാമതായി പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതും എനിക്ക് തോന്നുന്നത് വളരെ മണ്ടത്തരമായ ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഈ 2 പേരും പോലീസിനോട് നേരത്തെ തന്നെ ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നു. ആ സമയം തന്നെ പോലീസ് അത് റെക്കോർഡ് ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. കോടതിയിൽ വന്നവരെ കുറ്റസമ്മതം മാറ്റി പറഞ്ഞു. അപ്പോൾ അവർ കൊന്നു എന്നുള്ളതിനിപ്പോൾ യാതൊരു തെളിവുമില്ലാതെയായി. ഇത് 4-ാമത്തെ പോയിന്റ്. 5-ാമത്തെ പോയിന്റ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലാനായി ഉപയോഗിച്ച ആയുധത്തിലെ രക്തക്കറയും പ്രതിയുടെ ഷർട്ടിലെ രക്തക്കറയും ഈ മരിച്ച വ്യക്തിയുടെ DNA-യുമായി പൊരുത്തപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അവർ ഇല്ലായിരുന്നു എന്നാണ് തെളിയിക്കുന്നത്. ഇതിനുശേഷം ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം അതും ഇവിടെ വ്യക്തമായിട്ടില്ല. അയാളുടെ പക്കലുള്ള 50,000 രൂപയ്ക്ക് വേണ്ടി കൊന്നുവെന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പ്രതികളുടെ അക്കൗണ്ടിലും 50,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് വിക്രമിന്റെ പക്കൽ നിന്നും എടുത്ത 50,000 രൂപയാണ് നമുക്ക് എങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കും? ഒരു പക്ഷെ അത് അയാളുടെ പണമായിരിക്കാം, മറ്റാരുടെങ്കിലും പക്കൽ നിന്ന് വാങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ സ്വയമേ അധ്വാനിച്ച് അയാൾ ക്രെഡിറ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയും ഒരു ചോദ്യം ഉയർന്നു വന്നു. ഇങ്ങനെ 6 തരത്തിലുള്ള മൂർച്ചയുള്ള ചോദ്യങ്ങളായിരുന്നു അവിടെ ഉയർന്നു വന്നത്. ഇതിന് പ്രോസിക്യൂട്ടറുടെ പക്കൽ നിന്നും പോലീസിന്റെ പക്കൽ നിന്നും യാതൊരു ഉത്തരവും ലഭിച്ചില്ല. അങ്ങനെയാണ് ഈ 2 പേരെയും നിരപരാധികളായി, അതും താൽക്കാലികമായല്ല, നിരപരാധികളായി പ്രഖ്യാപിച്ച് അവരെ വിട്ടയച്ചു. ഈ ഒരു കേസ് ഇതോടുകൂടി അവസാനിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. 2 പേരും റിലീസായാൽ പോലും നമ്മൾ ഒരുപാട് ക്രൈം കേസുകൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു കേസിനെ ഒന്ന് ഡീകോഡ് ചെയ്യാം. കേരള പോലീസിന് എവിടെയാണ് പിഴച്ചുപോയത്? സത്യത്തിൽ ഇവർ തന്നെയാണോ കുറ്റവാളികൾ? സത്യത്തിൽ ഇവർ തന്നെയാണ് കുറ്റവാളികൾ എന്ന് എന്നെ കൊണ്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതവർ നൽകിയ കുറ്റസമ്മതം സത്യമാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേരും ഒരുമിച്ചാണ് അയാളെ കൊല്ലാനുള്ള സാധ്യത. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കേരള പോലീസ് പലയിടത്തും തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. പല ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ അവർ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ 2 പേരും രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ക്രൈം കേസുകൾ കവർ ചെയ്യുന്ന അനുഭവത്തിൽ പോലീസ് എവിടെയെല്ലാം തെറ്റുവരുത്തി എന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടെത്താം. ആദ്യം 2 പ്രധാനപ്പെട്ട കാര്യം. മരിച്ചത് വിക്രമാണെന്ന് സയന്റിഫിക്കലി തെളിയിച്ചില്ല. അത് വളരെ വളരെ വാലിഡായ ക്വസ്റ്റ്യൻ ആണ്. അത് തെളിയിച്ചാൽ മാത്രമേ ശിക്ഷ നൽകാൻ സാധിക്കൂ. അപ്പോൾ പോലീസ് ചെയ്യേണ്ടിയിരുന്നത് ഒഡീസയിലേക്ക് പോയി ആ ഓടിപ്പോയ മറ്റൊരു കുറ്റവാളിയെ പിടിച്ചല്ലോ. ആ ഒരു സ്ഥലത്ത് തന്നെ വിക്രം നായകിന്റെ ബന്ധുക്കൾ ആരാണെന്നുള്ളത് കണ്ടെത്തണമായിരുന്നു. അവരിൽ നിന്നും ഒരു DNA സാമ്പിൾ എടുക്കണമായിരുന്നു. എന്നിട്ട് ഈ അഴുകിപ്പോയ ശരീരത്തിലെ DNA-യും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കണമായിരുന്നു. അപ്പോൾ ശരിക്കും DNA പെർസ്പെക്റ്റീവിൽ ഇവൻ തന്നെയാണ് വിക്രം എന്നുള്ളത് ആദ്യമേ പോലീസിന് തെളിയിക്കാൻ കഴിയുമായിരുന്നു. ഇതാണ് പോലീസ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ അവരെന്തുകൊണ്ടോ ചെയ്തില്ല, സയന്റിഫിക്കായി തെളിയിച്ചില്ല. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് തെളിവുകളാണ് ആവശ്യം. ഇപ്പോൾ ഈ കുറ്റവാളികളെ കൺമുൻപിൽ തന്നെ രക്ഷപ്പെടുത്തിയല്ലോ കോടതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ചില നിയമ നടപടികളുണ്ട്. കുറ്റകൃത്യം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ നിയമങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട്. ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിയമം, ഇങ്ങനെ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ശിക്ഷ നൽകാൻ കഴിയില്ല. അത് ശരിയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളവും അത് ശരിയാണ്. ശാസ്ത്രീയമായി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചത് വിക്രമാണ് എന്ന് DNA ഉപയോഗിച്ച് കണ്ടെത്തുക തന്നെ വേണം. അതവിടെ ചെയ്തില്ല. രണ്ടാമത്തേത്, ഇയാൾ മരിച്ച സ്ഥലത്ത് അയാൾ അല്ലെങ്കിൽ അയാളുടെ അവസാന ആ ഒരു സമയങ്ങളിൽ 2 പേർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിനെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചില്ല. തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു.
റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇയാൾ എവിടെ പോയി എന്ന് പോലീസിന് അറിയില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പോലീസിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ 2 സുഹൃത്തുക്കളെയും അയാൾ എവിടെ വെച്ച് മീറ്റ് ചെയ്തു, അതിനുശേഷം ഇവർ മദ്യം വാങ്ങി ഈ പാലത്തിലേക്ക് പോകുന്ന വഴികൾ, ഇവിടങ്ങളിൽ എവിടെയെങ്കിലും ഒരു CCTV ക്യാമറ ഉണ്ടാകുമായിരുന്നു. കുറച്ചുകൂടെ ആഴത്തിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ 3 പേരും അന്ന് ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിനെ കൊണ്ട് കണ്ടെത്താനും സ്ഥിരീകരിക്കാനും കഴിയുമായിരുന്നു. അതും അവിടെ ഒരു വീഴ്ച സംഭവിച്ചു. പിന്നീട് പോലീസ് മാത്രമല്ല, പാത്തോളജിസ്റ്റും അവിടെ ശരിയായി പ്രവർത്തിച്ചില്ല, ഫോറൻസിക് സംഘവും ശരിയായി പ്രവർത്തിച്ചില്ല. ഈ അഴുകിയ ശരീരത്തിൽ നിന്നും ശരിയായ ഒരു സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ മരണസമയം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഒരു വ്യക്തി കൊല്ലപ്പെട്ടത് കൃത്യമായി എപ്പോഴാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ, അതായത് ഒരു 10 മണിക്ക് ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് കരുതുക, സംശയത്തിന്റെ പേരിൽ ഒരാളെ അകത്തേക്ക് കൊണ്ടുവന്നു, അയാൾ ആ 10 മണിക്ക് എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തെളിയിക്കണം. അയാൾ 10 മണിക്ക് ഒരു ബാറിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അയാൾ ഈ ഒരു കേസിൽ ഇല്ല, അയാൾ കൊന്നിട്ടില്ല എന്ന് പറയാം. 10 മണിക്ക് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇല്ല, എനിക്കറിയില്ല, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞാൽ അയാളെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താണ് ആവശ്യം? കൊലപാതകം നടന്ന കൃത്യസമയം അറിയണം. എന്നാൽ ഈ ഒരു കേസിൽ അതറിയില്ല. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഫോറൻസിക്കിൽ എൻറ്റമോളജിസ്റ്റ് എന്ന ഒരു വിഭാഗമുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി, ഒരാൾ മരിക്കുമ്പോൾ അയാൾ മരിച്ചതിന് ശേഷം ശരീരത്തിൽ പുഴുക്കൾ, പ്രാണികൾ എല്ലാം കൊണ്ട് നിറയും. അതെടുത്തവർ ഗവേഷണം ചെയ്യും. ആ ഗവേഷണത്തിലൂടെ അവർ കണ്ടെത്തുന്നത് ആ വ്യക്തി എത്ര മണിക്ക് മരിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അനുമാനത്തിലെത്താൻ സാധിക്കും. അതെങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാനൊരു വിശദമായി തന്നെ പറയാം, വ്യക്തമായി കേൾക്കുക. ഒരാൾ മരിച്ചു എന്ന് ചിന്തിക്കുക. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അയാളുടെ ശരീരം, അതൊരു പൊതു സ്ഥലത്താണെങ്കിൽ ശരീരത്തിൽ വരുന്ന പ്രാണികളുടെ പേരിനെ ബ്ലൂ ഫ്ലൈസ് എന്നാണ് പറയുന്നത്. അത്തരം പ്രാണികൾ ആ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ബ്ലൂ ഫ്ലൈസ് എന്ന പ്രാണികളായിരിക്കും ആദ്യം ഈ ഒരു ഡെഡ് ബോഡിയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നീട് ചെള്ളുകൾ, ഈച്ചകൾ, വണ്ടുകൾ, അതുപോലെ ഏകദേശം ഒരു 4-5 തരമുണ്ട്. ഇവയെല്ലാം ഒരു അരമണിക്കൂറിന് ശേഷം, 1 മണിക്കൂറിന് ശേഷം ആ ശരീരത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആദ്യം ഈ ബ്ലൂ ഫ്ലൈസ് എന്ന പ്രാണിയാണ് വരുന്നത്. ഇത് വന്ന ഉടനെ ചെയ്യുന്നത്, ആ പ്രാണിയെ സംബന്ധിച്ചിടത്തോളം ആ ഡെഡ് ബോഡി എന്നത് പുനരുൽപാദനം ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതും ഒരാളുടെ ശരീരത്തിൽ ഒരു തുറന്ന മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ പ്രാണികൾ എളുപ്പത്തിൽ വരും. അവിടെ പുനരുൽപാദനം ആരംഭിക്കും. ഈ പ്രത്യുൽപാദനം നടത്തും. അവിടെ ആദ്യം മുട്ടയിടും. ഒരാൾ മരിച്ചൊരു 4-5 മണിക്കൂറിനുള്ളിൽ പ്രാണികൾ വരികയും മുട്ടയിടുകയും ചെയ്യും. ആ ഒരു ഘട്ടത്തെ പറയുന്ന പേരാണ് എഗ്. ഈ മുട്ടകൾ വന്നതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മുട്ടയിൽ നിന്നും ചെറിയ ചെറിയ പുഴുക്കൾ വരാൻ തുടങ്ങും. അതിൻ്റെ പേര് ലാർവ എന്നാണ്. ഇത് 1-2 ആഴ്ചയിൽ വരും. അപ്പോൾ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി തുറന്ന സ്ഥലത്താണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ പ്രാണികൾ വരികയും മുട്ടയിടുകയും ലാർവ പുറത്തേക്ക് വരികയും ചെയ്യും. അടുത്തൊരു 4-10 ദിവസത്തിനുള്ളിൽ ആ ലാർവ പതിയെ പതിയെ വളർന്ന് പ്യൂപ്പ എന്ന മറ്റൊരു ഘട്ടത്തിലേക്ക് വരും. പിന്നീട് ഇത് പുഴുവായി മാറുന്നു. ഇതൊരു കുടുംബം നടത്താനുള്ളൊരു സ്ഥലം പോലെയാണ്. വരുന്നു, മുട്ടയിടുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, എല്ലാവരെയും വളർത്തി അങ്ങ് വിടുന്നു. ഇത് ഡെഡ് ബോഡി ഒരു തുറസായ സ്ഥലത്തിലാണെങ്കിൽ മാത്രമാണ്. എന്നാൽ ഒരു കുഴിയെടുത്ത് അതിനുള്ളിലാണ് ഡെഡ് ബോഡി ഉള്ളതെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ തുറസായ സ്ഥലത്താണെങ്കിൽ ഫോറൻസിക് എൻറ്റമോളജിസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണോ മൃതദേഹം കണ്ടെത്തുന്നത് അപ്പോൾ അതിലുള്ള ഈ പുഴുക്കൾ, എഗ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഇയാൾ മരിച്ചിട്ട് 4-5 മണിക്കൂറേ ആയിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ ലാർവ എന്ന പുഴു ഉണ്ടെങ്കിൽ എന്ത് പറയാം? കൊലപാതകം നടന്നിട്ട് 1-2 ദിവസമായിട്ടുണ്ട്. പ്യൂപ്പ എന്ന സ്റ്റേജ് ആണെങ്കിൽ 4 to 10 days എന്നും പറയാം. അപ്പോൾ ഈ ഒരു കേസ് തന്നെ എടുക്കാം. ഈ കേസിൽ ലാർവ എന്ന ചെറിയ ചെറിയ പുഴുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുഴുക്കൾ എടുത്തുകൊണ്ടുപോയി ആ പുഴുക്കളുടെ സൈസ് നോക്കണം. അത് ഏത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഉള്ളതെന്ന് പരിശോധിക്കണം. അതായത് ഇപ്പോഴാണോ പുഴുവായി കൺവേർട്ട് ആയത്, അല്ലെങ്കിൽ പതിയെ പതിയെ അടുത്ത ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. പിന്നീട് അതിൻ്റെ ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ട്. ഓരോ മണിക്കൂറിലും അത് എങ്ങനെ വളരുമെന്നുള്ള ചാർട്ട് ഉണ്ട്. അതൊക്കെ അനുസരിച്ച് അതിനെ എങ്ങനെ വിശകലനം ചെയ്യണം. ഈ വളർച്ചയൊക്കെ ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. ഒരു മൃതദേഹം നദീതീരത്തിനടുത്ത് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലത്ത് കണ്ടെത്തിയാലും ഈ ലാർവയുടെ വളർച്ച വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് പുഴുക്കളുടെ ഈ വളർച്ച വെച്ച് കൃത്യം ഈ ഒരു വ്യക്തി എപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ കണ്ടെത്തി പരിഹരിച്ച ഒരുപാട് കേസുകളുമുണ്ട്. അപ്പോൾ ഈ കേസിലും നമ്മുടെ പോലീസ് ചെയ്തിരിക്കേണ്ടത് എൻറ്റമോളജിസ്റ്റിനെ വച്ച് കൃത്യമായ സമയം കണ്ടെത്തണമായിരുന്നു. സമയം കണ്ടെത്തിയാൽ ഇവർ കൂടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനും അവിടെ വീഴ്ച സംഭവിച്ചു. ഇതിനെല്ലാം അപ്പുറം ബേസിക് അവർ ചെയ്ത ഒരു എറർ, അവർ നൽകിയൊരു കൺഫെഷൻ, അത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ സംഭവിച്ചില്ല. ഇപ്പോഴും എല്ലാവർക്കും ഒരു ചോദ്യം വരും, കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം, അതിലുണ്ടായിരുന്ന രക്തം, അതെന്തുകൊണ്ട് വിക്രമിന്റെ രക്തമായി പൊരുത്തപ്പെട്ടില്ല എന്ന്.
അങ്ങനെയാണെങ്കിൽ ഷർട്ടിലുണ്ടായിരുന്ന രക്തം ആരുടേതാണ്? ഇത് പരിശോധിക്കുമ്പോൾ ഇവിടെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ കുറ്റവാളികൾ ഒരു പക്ഷേ മൃഗത്തിന്റെ രക്തം വല്ലതും കലർത്തിയിട്ടുണ്ടാകാം. കാരണം അങ്ങനെയൊക്കെയാണ് ഫോറൻസിക് ടീം പറയുന്നത്. ഇതുകൂടാതെ കുറ്റകൃത്യത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു കേസിൽ അവരെ കുറ്റവിമുക്തരാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത്. ഒരു പക്ഷേ കുറ്റവാളികൾ വളരെ സമർത്ഥമായി പ്രവർത്തിച്ചോ എന്നൊന്നും അറിയില്ല. മൊത്തത്തിൽ എൻ്റെ ഒരു ഊഹമനുസരിച്ച് രണ്ടുപേരും ചേർന്നാണ് ഈ കൊലപാതകം ചെയ്തിരിക്കാൻ സാധ്യത. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? പോലീസ് ചെയ്ത തെറ്റുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ പറയുക. വിക്രം നായകിനെ ഈ രണ്ടുപേരും ചേർന്നാണോ കൊന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊന്നിരിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ ഇൻവെസ്റ്റിഗേഷൻ കേസസിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.